എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണുവിനെ ഇങ്ങോട്ട് എടുത്തേക്കാണ്. എന്താ കാര്യം എന്നല്ലേ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ടും അതുകൊണ്ട് തന്നെ രേഷ്മ പി തങ്കച്ചൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ടും മീഡിയക്കാരന്മാർ പൊതിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഉണ്ടായിരുന്ന അബിയുടെ വൈഫിൻ്റെ വളകാപ്പ് ചടങ്ങിന് ഇവർ പോയിട്ടുണ്ടായിരുന്നു. ഇവർ ഈ പുറത്തിറങ്ങുമ്പോഴാണല്ലോ മീഡിയക്കാർ ചുറ്റും കൂടിയിട്ട് ഓരോരോ കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇവർ അതിനെ എൻകറേജ് ചെയ്തുകൊണ്ട് തന്നെ മറുപടി പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുറേ ബൈറ്റുകൾ വന്നിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാനിതുവരെ ഇവരുടെ പേഴ്സണൽ പ്രൊഫൈലിലുള്ള വീഡിയോകളെടുത്ത് റിയാക്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ സ്പേസ് അത് അവർക്കുള്ളതാണ്. അതിനടുത്ത് വെച്ച് നമ്മൾ എന്ത് സംസാരിക്കാനാണ്, അവിടെ അവർ എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ, നമ്മൾ പോയി നോക്കുമ്പോഴാണല്ലോ കാണുന്നത്. കാണണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. പക്ഷേ 5-10 മീഡിയകളെ പുറകെ നടത്തിയിട്ട് അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കയറി വരുമ്പോൾ അതെടുത്ത് വെച്ച് സംസാരിച്ചില്ലെങ്കിൽ മോശമല്ലേ ഉണ്ണിയെ? അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പേരൊക്കെ ഈ വീഡിയോ കാണും. കുറേ കാര്യങ്ങൾ പല മീഡിയകളോട് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ഇവരുടെ കല്യാണത്തെക്കുറിച്ചും സബ്സ്ക്രിപ്ഷനെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അതിനകത്ത് സബ്സ്ക്രിപ്ഷനാണ് നമ്മുടെ സബ്ജക്റ്റ്. പുതിയതായിട്ട് വരുന്ന തലമുറയ്ക്കകത്തായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിന് എത്ര നാളെടുത്താലും സംസാരിച്ച് തന്നെ ആയേ പറ്റൂ. രേഷ്മ പി തങ്കച്ചന് പറയാനുള്ള കാര്യം കേട്ടു നോക്കാം. ഇവരൊരാളെ കുത്തി പറയുന്നുണ്ട്. എന്നെ കുറ്റം പറഞ്ഞവരും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയല്ലോ എന്നൊരു വാചകം പറയുന്നുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. കേൾക്കാം. സബ്സ്ക്രിപ്ഷൻ ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. ഹാപ്പിയല്ല. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലേ? പിന്നെ എന്ത് മാങ്ങ പറിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ ലീക്കായ ആൾക്കാരെ തെറിയൊക്കെ പറഞ്ഞത്? എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾക്ക് ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി ഒന്ന് തീരുമ്പോൾ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പോലും ഇവരുടെ പ്രൊഫൈലിൽ വീഡിയോ വന്നുകൊണ്ടല്ല. ഈ സംഭവം വന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, പബ്ലിക് മീഡിയയിലാണ്. അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നതാണ്. ഇവരുടെ പ്രൊഫൈലിലെ സംഭവം ഇവരുടെ ഫോളോ ചെയ്തവർക്കും അല്ലെങ്കിൽ അവിടെ കയറി നോക്കുന്നവർക്കും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതങ്ങനെ അല്ല. ഇത് മറ്റു പല മീഡിയകളിൽ വരുന്നത് കൊണ്ട് തന്നെ 8-10 ചാനലുകളെ പുറകെ കൊണ്ട് നടക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും ചാനലുകൾ, ഒരു ചാനലിൽ മിനിമം ഒരു 20 വീഡിയോ വെച്ച് വന്നാൽ എത്ര വീഡിയോ വരുന്നു? 200 വീഡിയോ. 8 ചാനലാണെങ്കിൽ 160 ബൈറ്റുകളാണ് ഒരു ദിവസം ഇവരുടെ പേരിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ എന്ത് സമാധാനമായിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാമെന്ന്. പ്രോഗ്രാമോ ഇനാഗുറേഷൻസോ ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. എങ്കിൽ ഈ പറയുന്ന മീഡിയകളെല്ലാം വാലും കുച്ചുരുട്ടി മടങ്ങിപ്പോക്കോളും. ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചപ്പ് കൂനയിൽ മണിനീച്ച വന്നിരിക്കുന്ന പോലെ മീഡിയകൾ വന്ന് പൊതിയും. ഇതാണ് സംഭവിക്കുന്നത്. ബാക്കി പറയേച്ചി. സന്തോഷമല്ലേ? എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ പുതിയ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയല്ലോ. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? അജോടാ, എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ പുതിയ സബ്സ്ക്രിപ്ഷൻ. അവർ നിങ്ങളെപ്പോലെ തുണി അഴിച്ച് ആടാൻ വേണ്ടിയല്ല തുടങ്ങിയത്. അതാരാണെന്ന് ഞാൻ പറയാം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അവരും അത് വ്യക്തമായിട്ട് പറയുന്നത്. അവർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന വാക്ക് പോലും പറയാൻ നാണക്കേട് പോലെയാണ് അവർ സംസാരിക്കുന്നത്. എന്തുകൊണ്ട്? നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഇത്രയും വൾഗറായിട്ട് ചിത്രീകരിച്ചതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ തുണി പറിച്ച് ആടുന്ന പോലെ ആടാൻ വേണ്ടി അല്ല അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അവരുടെ വീഡിയോ ഞാൻ വയ്ക്കുന്നുണ്ട്. പിന്നെ ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന്. ജീവിക്കാൻ വേണ്ടി ഭിക്ഷയെടുത്തൊരു സ്ത്രീയുടെ കഥ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിക്കാൻ വേണ്ടി ഒരു മകളെയും കൊണ്ട് ഭിക്ഷയെടുത്ത ഒരു അമ്മയുടെ കഥ. ഗംഗാ മീനാക്ഷി എന്ന് പറയുന്ന ആ പെൺകുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഇപ്പോൾ അവർ അന്തസ്സായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളുള്ള നാട്ടിലാണ് ജീവിക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ കഥ പറയുന്നത്. അവിടെ നിൽക്കുന്നവന്മാർക്ക് കൈക്ക് കരുത്തില്ലാത്തതുണ്ടോ? മനസ്സിലായോ? അല്ല, വീഡിയോ വേറെ ആൾക്കാരെടുത്ത്, സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് ഇടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? ലീക്ക് എന്തായാലും ലീക്കാക്കും. അതും കൂടി എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. എനിക്ക് ഈ ഇവളുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോകുന്നവരുടെയൊക്കെയാണ് പുച്ഛം തോന്നുന്നത്. നീയൊക്കെ എന്ത് മാങ്ങ പറിക്കാൻ വേണ്ടി അത് കാണാൻ പോകുന്നത്? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. 190 രൂപയോ എത്രയാണല്ലോ എമൗണ്ട്? ആ എമൗണ്ടും കൊടുത്തിട്ട് അവിടെ പോയി എന്ത് കാണാൻ വേണ്ടിയാ? 3500 പേരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. ലേശമൊക്കെ ഉളുപ്പ് വേണോടോ, ലേശമൊക്കെ ഉളുപ്പ്. ആ 190 രൂപ ഒരു ഏതെങ്കിലും ഒരു പാവത്തിന് നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്ക്, നിനക്ക് പുണ്യമെങ്കിലും കിട്ടും. അല്ല, ഇവളുടെയൊക്കെ മറ്റേ ചേച്ചി പറ. അങ്ങനെ പോകുന്നത് നല്ലതായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവുക. എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും കൂടി എൻ്റെ വീഡിയോകളൊക്കെ കാണാൻ വളരെ ഇതുണ്ടായി. നാണം കെട്ടും പൈസ ഉണ്ടാക്കണം. നാണം കെട്ടാലും കുഴപ്പമില്ല. ഇത്രയും ഒരു ഉളുപ്പില്ലാണ്ട് വന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരു തൊലിക്കട്ടി പോത്തുകൾക്കൊന്നും ഉണ്ടാവില്ല. ഇത്രയും തൊലിക്കട്ടി പബ്ലിക്കായിട്ട് വന്ന് നിന്ന് തൻ്റെ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി സബ്സ്ക്രിപ്ഷന്റെ കാശ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. സബ്സ്ക്രിപ്ഷനോട് ലഭിക്കുന്ന പൈസ എന്തെങ്കിലും ചാരിറ്റി അങ്ങനെയുള്ള ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഞാൻ സുധിച്ചേട്ടന്റെ മരണ ദിവസമാണ്, അതായത് ജൂൺ 5-ന്. സുധിച്ചേട്ടൻ ജനിച്ചത് എന്നാണെന്നാവോ? അത് ചേച്ചിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അല്ലേ?
അല്ല എവിടെയും പോസ്റ്റ് കാര്യങ്ങളൊന്നും കണ്ടില്ല. കിച്ചു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കിച്ചുവിൻ്റെ പ്രൊഫൈലിൽ അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം, കാരണം അത് കുറച്ചധികം സംസാരിക്കാനുണ്ട്. കിച്ചുവിൻ്റെ ഒരു പുതിയ സംരംഭവും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. കാര്യം അവനാണ് രക്ഷപ്പെടേണ്ടത്, അവനാണ് കയറി വരേണ്ടത്. അതുകൊണ്ട് അവന് വേണ്ടി, അവൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അവനോട് വേണ്ടി സംസാരിക്കും. കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇവിടെ രേഷ്മ പി തങ്കച്ചന് അതൊന്നും ഓർമ്മയില്ല, അത് അറിഞ്ഞില്ല, സ്റ്റാറ്റസ് ഇല്ല, സ്റ്റോറി ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കാശ് വെച്ച് കൊല്ലം സുധിയുടെ മരണ ദിവസം, അതിനുശേഷമാണല്ലോ ഇതൊക്കെ ഉണ്ടായത്, അതുകൊണ്ടായിരിക്കും മരണ ദിവസത്തോടെ സ്മരണ. ഒരു മനുഷ്യൻ അയാളുടെ ജീവൻ വെടിഞ്ഞ് പോയിട്ട് കഴിഞ്ഞ 2-2.5-3 വർഷമാകുന്നു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അയാളുടെ ആത്മാവ് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അതുപോലും ലജ്ജിക്കിപ്പോൾ. ഈ പൈസ വെച്ചിട്ട് ഏതോ ഓർഫനേജിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കണം പോലും നാണം കെട്ടം. ബാക്കി പറ. ചടങ്ങൊന്നുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല എന്നും കൂടെ പറയാണ്. ചടങ്ങൊന്നുമില്ല, കാരണം 3ാമത്തെ വർഷമാണ്. ചടങ്ങുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. നമ്മൾ പോയി അതെ 3ാമത്തെ വർഷം കഴിഞ്ഞാൽ പിന്നെ ആരെയും ക്ഷണിക്കരുത്, ചടങ്ങൊന്നും വെക്കാൻ പാടില്ല. കാരണം ഇനിയിപ്പോൾ എന്തിന്, കഴിഞ്ഞില്ലേ, പോയ ആൾ പോയി, ഇനി എന്തിന്? ഇനിയിപ്പോൾ ഇൻഷുറൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, ഖതം, എല്ലാം അവസാനിച്ചു. പിന്നെ കൊല്ലം സുധിയുടെ പേര് കേട്ടാൽ എന്താ, കേട്ടില്ലെങ്കിൽ എന്താ. തിരുകത്തിച്ചിട്ട് പള്ളിയിൽ പ്രാർത്ഥന ഒന്നുമില്ല, നമ്മൾ മാത്രം സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അന്ന് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന് ഫുഡ് കഴിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അനാഥാലയം നടത്തുന്നവരോട് എൻ്റെ റിക്വസ്റ്റ് ആണ്, ദയവ് ചെയ്ത് നിങ്ങൾ ആ കാശ് വാങ്ങരുത്, ആ കുട്ടികൾക്ക് അത് വെച്ച് ഭക്ഷണം കൊടുക്കരുത്. ഇതൊരു അപേക്ഷ എടുക്കുക. ഇവള് കൊണ്ടുവരുന്ന കാശ് വെച്ചിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളോട് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. അടുത്ത ദിവസം ചിലപ്പോൾ ഞാനൊന്ന് പുറത്ത് പോവായിരിക്കും. എന്തിനാണാവോ പുറത്ത് പോകുന്നത്? അതുകൊണ്ട് പറയാൻ ഒരു മടി, അറിയാണ്ട് നാവിന്ന് വീണും പോയി. പക്ഷെ പോവോ ചിലപ്പോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണത്തില്ലായിരിക്കും. ഷൂട്ടിന് വേണ്ടി പോകുന്നതാണോ? ചിലപ്പോൾ ഉണ്ടെങ്കിൽ. ചേച്ചിയുടെ കുറച്ച് കൂട്ടുകാർ ദുബായിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഹേമന്ത് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ക്യാമറാമാൻ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അവരുടെ കൂട്ടത്തിലാണോ പോകുന്നത്? ചേച്ചിയുടെ നാവിന്ന് അറിയാതെ വീണ് പോയതാ പുറത്തേക്ക് പോകുന്ന കാര്യം. ബാക്കി പറ. മക്കളെ വിടും, എവിടെ ആയിരുന്നാലും സ്വിച്ചിന് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിച്ചു. സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് 3ാമത്തെ വർഷം പ്രാർത്ഥിക്കാൻ പോവാൻ ഞാൻ കാണില്ലായിരിക്കും. ഐ എം വെരി ബിസി ഗേൾ. പക്ഷേ മക്കളെ ഞാൻ പറഞ്ഞു വിടും. എത്ര മക്കളുണ്ട്? ഇനി ഇവർ ആ സബ്സ്ക്രിപ്ഷൻ സംഭവം പറയുന്നുണ്ടല്ലോ, അത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ അറിഞ്ഞു കാണും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മഞ്ജു പത്രോസ്. അത് പറഞ്ഞതിന് മുൻപായിട്ട് മഞ്ജു ചേച്ചിയുടെ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ ദിവസം റിലീസായി, കമൻറ്റോളി എന്ന് പറഞ്ഞിട്ട്. ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസസ് അവരുടെയൊക്കെ ഫോട്ടോയുടെ താഴെ വന്നിട്ട് മോശമായിട്ട് അവർക്ക് കമൻറ്റ് ചെയ്യുന്ന കമൻറ്റോളികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അതൊരു പുതുമയുള്ള സംഭവമൊന്നുമല്ല, പക്ഷേ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല രീതിയിൽ ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. മഞ്ജു ചേച്ചിയും പിന്നെ മറ്റേ ആ ചേച്ചിയുടെ പേര് എനിക്കറിയില്ല, അവർ രണ്ടുപേരും, പിന്നെ ബാക്കി ഒരു 3-4 ആർട്ടിസ്റ്റിലുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ലൊരു വർക്ക് തന്നെയാണ്, ഒരു അവയർനെസ് വീഡിയോ ആണ്. അപ്പോൾ ആ മഞ്ജു ചേച്ചി സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് രേഷ്മ പി തങ്കച്ചൻ അങ്ങോട്ട് കയറി കൊണ്ടത്. എന്നെ കുറ്റം പറഞ്ഞവരും സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞ പോലെ മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞ വ്യക്തി തുണി പറിച്ച് ആടാൻ വേണ്ടി അല്ല തുടങ്ങുന്നത്. അങ്ങനെ അവർ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എടുത്ത് വിമർശിക്കും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷേ അവർ ചെയ്യുന്നത് അതിനുവേണ്ടി അല്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ നമ്മുടെ അലിയൻസിൻ്റെ ലൊക്കേഷനിലാണ് കേട്ടോ. അലിയൻസിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എഡ്വിൻ ഉണ്ടേ. ഹായ് ശ്രീജിത്ത്. ഞാൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞേക്കാം. സത്യത്തിൽ എനിക്കിത് പറയാനൊക്കെ ചമ്മലാണ്. സംഭവം മനസ്സിലായോ? ഇവരൊരു ലൈവ് വന്നതാണ്, അലിയൻസ് എന്ന് പറയുന്ന സീരിയലിൻ്റെ ലൊക്കേഷൻ വെച്ച് ലൈവ് വന്നതാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടി. പക്ഷേ അത് പറയുമ്പോൾ അവരുടെ ഒരു ജാള്യത കാണണം, ചമ്മൽ കാണണം. എന്തുകൊണ്ടാണ്? രേണുവിനെ പോലുള്ള ആൾക്കാർ, നിഷാന വ്ളോഗ്സിനെ പോലുള്ള ആൾക്കാർ, നിമിഷ ബിജോനെ പോലുള്ള ആൾക്കാർ, അശ്വിനി എന്ന് പറയുന്ന പർപ്പിൾ, ഇവളെ പോലുള്ളൊക്കെ ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ അത്രയും മോശമായിട്ട് ചിത്രീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്തേക്കാണ്. എനിക്ക് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്തൂടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ അതിനെ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് എന്നൊരു പേരുണ്ടാക്കിയെടുക്കുക. അതങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരും ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാർ, പാട്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ, അവരുടെ വരുമാനം മുട്ടും. സെൻട്രൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുകയാണ്, മെറ്റയ്ക്കൊരു കംപ്ലയിൻറ്റ് അയക്കാം, മെറ്റയ്ക്കൊരു നോട്ടീസ് അയക്കാം. ഇന്ത്യയിൽ ഈ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ന്യൂഡിറ്റി കാണിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കാൻ ഇവിടെ അത് പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചാൽ, സബ്സ്ക്രിപ്ഷൻ എന്നല്ല ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെ ഇന്ത്യയിൽ വേണ്ട എന്ന് പറഞ്ഞ് ബാൻ ചെയ്താൽ, അങ്ങനെ ചെയ്ത ചരിത്രമുണ്ട്, നമുക്കറിയാമല്ലോ. ഏകദേശം 53ഓളം ആപ്ലിക്കേഷൻസ് ആണ്
ഒരു സമയത്ത് ഇന്ത്യയിൽ ബാൻ ചെയ്ത് ടിക്ടോക്ക് ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാം പോകുമ്പോൾ വിഷമിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ആൾക്കാരാണ്. അതിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്ത് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ താര കല്യാൺ, ഋഷി, സൗഭാഗ്യ വെങ്കടേഷ്, ഇവരെല്ലാവരും ഇതുവഴി ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടാണ് കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതായി കഴിഞ്ഞാൽ അവരേക്ക് അത് ബാധിക്കും. ഇവളുമാർക്ക് അത് വലിയ കാര്യമൊന്നുള്ള കാര്യമല്ല. കാര്യം തുണി പറിച്ച് ആടാൻ വേറെയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലെന്ന് പറയുന്നത് തുണി പറിച്ച് ആടുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതാണ് ഉള്ളത്. പക്ഷേ അതിന് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ചെയ്യുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഇപ്പം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ മഞ്ജു ചേച്ചി ചെയ്യുന്ന പോലെ നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, നിങ്ങളുടെ പ്രണയ കഥകൾ പറയാം, അല്ലെങ്കിൽ കഥകൾ പറയാം, കഥകൾ വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ഉള്ളിലേക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ തുണിപറിച്ചാട്ടം മാത്രമല്ല, ഇതും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തെളിയിക്കുക. ബാക്കി മഞ്ജു ചേച്ചി പറയട്ടെ. എന്നുവെച്ചാൽ അതിനെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഗതിനെ ഭയങ്കരമായിട്ട് ഈ ദുരുപയോഗം ചെയ്ത് അത് പുറത്തു പറയാൻ പറ്റാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, മഞ്ജു പെണ്ണേ, എടീ രാധിക, എന്തോ ഞാൻ പറയാൻ പോയത്, എനിക്ക് ഈ ഇൻസ്റ്റയിൽ മറ്റേ സബ്സ്ക്രിപ്ഷൻ്റെ ആ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ഞാനെന്തോ ഒരു മോശം കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. അത് അങ്ങനെ ആക്കി വെച്ചേക്കാണ് ആൾക്കാർ. ഈ രേണുവിനെ പോലുള്ള, നിഷാനെ പോലുള്ള, നിമിഷയെ പോലുള്ള, അശ്വിനെ പോലുള്ള, പിന്നെ വേറെ കുറേ എണ്ണം ഉണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരെണ്ണം കണ്ടു, ഒരു 60 വയസ്സുള്ള ലേഡി ഭക്തിഗാനം മാത്രം പാടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവരും തലകുത്തി മറിഞ്ഞു തുടങ്ങി. അതായത് ഇതിനെ ആൾക്കാർ കാണാനുള്ളൂ, കാഴ്ചക്കാരുള്ളൂ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. മഞ്ജു ചേച്ചി സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 43 പേരോളം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 390 രൂപയാണ് ചാർജ്. അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി, അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സീരിയൽ ലൊക്കേഷനിൽ നടന്ന തമാശകൾ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ, ഇതെല്ലാം പറയാൻ വേണ്ടിയാണ് അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ് അവർ പറയുന്നത്. ബാക്കി കേൾക്കാം. കാരണം വളരെ കുറച്ച് പേര് ചെയ്യുന്ന ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാരണം അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കും കൂടെ അത് കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ മോശമായി പോയത്, അങ്ങനത്തെ ഒരു നിലയിലേക്ക് അത് വന്നു പോയി. നിന്ന് കഥാപ്രസംഗം പറയുന്ന കാര്യം പറയുവാടാ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ, അപ്പോൾ ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുവാണ്. നിങ്ങൾ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട. അല്ലാത്തവർക്ക് പറ്റുന്നവർ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. എനിക്ക് പറയാനുള്ള ഇങ്ങനെ പറയേണ്ടി വരുന്ന അവരുടെ ഗതികേടാട്ടോ. ഈ ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊന്നും ഉണ്ടാവില്ല, അത് കണ്ടിട്ട് അത് പ്രതീക്ഷിച്ചാരും വരണ്ട എന്നൊക്കെ പറയേണ്ടി വരുന്നത് അവരുടെ ഗതികേടാണ്. എല്ലാവരും കളിയാക്കാറുണ്ട്, അന്നാരാജനെ കളിയാക്കാറുണ്ട്, അവരവിടെ കാണിക്കുന്നു ഇവിടെ കാണിക്കുന്നു. പക്ഷേ അവർ പോലും സബ്സ്ക്രിപ്ഷനിൽ അങ്ങനെ മോശമായിട്ട് കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരും പറയാറുണ്ട്, ഞാൻ അവിടെ മോശമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയല്ല ഇത് തുടങ്ങിയിരിക്കുന്നത്, എൻ്റെ ഫോട്ടോസ് എനിക്ക് പബ്ലിഷ് ചെയ്യണം. അഹാനയും അങ്ങനെ മോശമായിട്ടുള്ള രീതിക്കല്ല സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പേര് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ ആളില്ല. അവിടെ നടക്കുന്ന സബ്സ്ക്രിപ്ഷൻ കോണ്ടന്റ് എടുത്ത് പുറത്തുവിട്. ഞാൻ മനുവിനോട് പറയുവാണ്, മനു ആണല്ലോ ഇപ്പം സബ്സ്ക്രിപ്ഷൻ കോണ്ടന്റ് പുറത്തുവിടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആൾക്കാർ പരിചയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ മനു മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ കോണ്ടന്റുകൾ പുറത്ത് വിടുന്നുണ്ട്. അവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പുറത്ത് വിടുന്നത്. പക്ഷേ അവർ പറയും, അയ്യോ ഞാൻ സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കാൻ പോകത്തില്ല, ഇതൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് അവരൊക്കെ തന്നെ അത് എടുത്ത് പുറത്ത് വിടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതുപോലുള്ള ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ആ കോണ്ടന്റും കൂടി പുറത്തേക്ക് വിടുക. പ്രൊമോഷൻ ആവട്ടെ, ഇവർ ജീവിക്കട്ടെ, ഇവരെ പോലുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ ആവട്ടെ. അതായത് നല്ലത് ചെയ്യുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യട്ടെ. അങ്ങനെ പുറത്തുള്ള ആൾക്കാർ അറിയത്തുള്ളൂ, സബ്സ്ക്രിപ്ഷനകത്ത് ഇങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയത്തുള്ളൂ. പല വ്യക്തികളുടെയും ജീവിത കഥകൾ പല സമയത്തും നമുക്കൊരു ഇൻസ്പിറേഷനായിട്ട് മാറാം. എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗംഗാ മീനാക്ഷി, അവരുടെ അമ്മയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. കണ്ണ് നിറയാണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിത കഥകൾ അവർക്ക് വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് അവരുടെ ലൈഫ് സ്റ്റോറി പറയാം. അതൊക്കെ ഒരു തരം ഇൻസ്പിറേഷനാണ്, അല്ലാണ്ട് തുണി പറിച്ച് ആടൽ മാത്രമല്ല സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ബാക്കി പറ. ഉള്ളത് എൻ്റെ ഈ ഫീൽഡിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ, അതല്ലാത്ത എൻ്റെ ജീവിതയാത്രകൾ, ഇനി എന്തെങ്കിലും ചെറിയ യാത്രകൾ പോകുകയാണെങ്കിൽ അങ്ങനെയുള്ള എൻ്റെ രസകരമായിട്ടുള്ള, എൻ്റെ വിഷമിപ്പിക്കുന്ന, എൻ്റെ സന്തോഷങ്ങൾ, അങ്ങനെ എല്ലാം എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറ്റുന്നവർ ഇത് സബ്സ്ക്രിപ്ഷൻ എടുക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ ഇതില്ല, മറ്റേ ഇതില്ല കേട്ടോ, അത് ആദ്യമേ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മഞ്ജു ചേച്ചിക്ക് പറയാനുള്ളത്. മറ്റേതില്ല, പകരം അവരുടെ യാത്രകളും അവരുടെ ലൈഫ് എക്സ്പീരിയൻസും അവരുടെ സീരിയൽ എക്സ്പീരിയൻസും ഒക്കെയാണ് അതിനകത്തുള്ളത്. ഇതുപോലെ വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരുടെ, നല്ല രീതിയിൽ അവരുടെ ടാലൻസ് പുറത്ത് കാണിക്കുന്ന ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. തുണി പറിച്ച് ആടുന്നത് വേണോ അതോ മാന്യമായിട്ട് ജീവിക്കുന്നവരുടെ സബ്സ്ക്രിപ്ഷൻ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.